Assalamu alaikum friends, and once again welcome back to Hasna's henna hut. ഇന്ന് നമ്മൾ അമ്മിയിൽ അരച്ച മൈലാഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും വ്യത്യസ്തമായൊരു രീതിയിൽ നല്ല കടും ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. മൈലാഞ്ചി ഇതുപോലെ തണ്ടൊന്നും ഇല്ലാതെ ഇലകൾ മാത്രമായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനിവിടെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ കുറച്ച് പുളി വെള്ളത്തിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തോടെയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ട് ഇവിടെ ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരും പുളിയും നമ്മുടെ മൈലാഞ്ചിൻ്റെ സ്റ്റെയിൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് ചായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഏത് ചായപ്പൊടിയും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ മൈലാഞ്ചിൻ്റെ ഇല കുറച്ച് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. തൈരും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള പുളിയും ഇതിലേക്ക് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യത്തിന് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മൈലാഞ്ചിയും കൂടി ഇതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള മൈലാഞ്ചിയും കൂടി ഞാനിവിടെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം മാത്രം ആഡ് ചെയ്തിട്ടാണ് അരക്കുന്നത്. എന്നിട്ട് നമുക്ക് നേരത്തെ അരച്ച് വെച്ചതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൈലാഞ്ചി എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നല്ല കളറ് കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിലേക്ക് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ ഈ ഇല മൈലാഞ്ചി പെട്ടെന്ന് ഫെയ്ഡായി പോവും. പക്ഷേ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫെയ്ഡായി പോയിട്ടില്ല. അതങ്ങനെ തന്നെ ആ കളറ് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.